കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിൽ പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. മുഴുവൻ 3 പ്രതികളെയും വെറുതെ വിട്ടു എന്ന വിവരമാണ് വരുന്നത്. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെ ബാലകൃഷ്ണനാണ് വിധി പറഞ്ഞത്. അർജുൻ ഹേമ, ഇപ്പോൾ വിധി പ്രസ്താവം വന്നിരിക്കുന്നു. പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇവർക്ക് എതിരെയുള്ള തെളിവുകൾ പരിമിതമായിരുന്നു. എന്താണ് വിധി പ്രസ്താവത്തിന്റെ വിശദാംശങ്ങൾ? വിനീത, ഇപ്പോഴാണ് ഈ റിയാസ് മൗലവി കേസിൽ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ജഡ്ജിയായ കെ ബാലകൃഷ്ണൻ ഇത്തരം ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ഏറെ പ്രമാദമായ കേസാണ് റിയാസ് മൗലവി കേസ്. ഇപ്പോൾ വരുന്ന കോടതി വിധി പറയുന്നത് പ്രകാരം 3 പ്രതികളെയും വെറുതെ വിട്ടുവേണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 1-ാം പ്രതി അജേഷ്, 2-ാം പ്രതി നിതിൻ കുമാർ, മൂന്നാം പ്രതി അഖിലേഷ് എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്കിതിന്റെ ഭാഗമായി ശേഖരിക്കേണ്ടതുണ്ട്. അതിനെ കുറിച്ച് സമയങ്ങൾക്ക് കൂടി തന്നെ ഈ വിധിയുടെ പൂർണ്ണ രൂപം എന്തായാലും കോടതിയിൽ നിന്നും തന്നെ ലഭ്യമാകും. ഈ വലിയൊരു കേസിലാണ് ഇപ്പോൾ കോടതി ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. 2017 മാർച്ച് 20 പുലർച്ചെയാണ് ചൂരിയിലെ കൊടക് സ്വദേശിയായ റിയാസ് മൗലവിയെ അതിക്രൂരമായി കഴുത്തറത്ത് കൊലപ്പെടുത്തുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംഭവം നടന്ന 3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ 3 പ്രതികളെയും പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് 7 തവണ ഈ 3 തവണയാണ് ഈ കേസ് മാറ്റിവെക്കുന്നത്. തുടർന്ന് 8ാമത്തെ ജഡ്ജിയായ കെ ബാലകൃഷ്ണനാണ് ഈ വിധി പറയുന്നത്. കേസിന്റെ വിചാരണ വേളയുമായി ബന്ധപ്പെട്ട് 97 സാക്ഷികളെയും അതുപോലെ തന്നെ കോടതി വിസ്തരിച്ചിരുന്നു. 215 രേഖകളും 45 തൊണ്ടിമുതലും അടക്കം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന ഡോക്ടർ ശ്രീനിവാസിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഇതിന്റെ അന്വേഷണം പുരോഗമിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സംഭവം നടന്ന് 90ാമത്തെ ദിവസം തന്നെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അർജുൻ, ഈ പ്രതികൾ 3 പ്രതികൾ എന്ന് പറയുന്നത് അജേഷ്, നിതിൻ, അഖിലേഷ് ഇവർ RSS പ്രവർത്തകരായിരുന്നില്ലേ? തീർച്ചയായും RSS പ്രവർത്തകർ, പാർട്ടിയുമായി ബന്ധമുള്ളവർ തന്നെയാണ്. പക്ഷേ ഇത് ഈ റിയാസ് മൗലവിയുമായി അധികം ബന്ധമോ അല്ലെങ്കിൽ മുൻവൈരാഗ്യത്തോടെ അല്ല ഈ സംഭവം നടന്നത് എന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. വർഗീയ കലാപം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊലപാതകം എന്ന കുറ്റപത്രത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലൊക്കെ അന്വേഷണം നടന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ കോടതി ഈ വർഷങ്ങൾക്ക് ശേഷമാണ്, അതായത് ഏകദേശം 7 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ റിയാസ് മൗലവി കേസിൽ പ്രതികളെ വിട്ടു എന്ന തരത്തിലുള്ള ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുണ്ട് വിനീത. ശരി. ചൂരിയിലെ മദ്രസ അധ്യാപകനായിരുന്ന കുടകു സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയാണ് കഴുത്തറുത്ത് അന്ന് 2017 കൊലപ്പെടുത്തിയത്. ഏറെ ക്രൂരമായ ഒരു കൊലപാതകം തന്നെയായിരുന്നു. റിയാസ് മൗലവി കൊല്ലപ്പെട്ടത് മാർച്ച് 20-നായിരുന്നു. പഴയ ചൂരി പള്ളിയിലെ താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറിയ RSS പ്രവർത്തകരായ 3 പേരാണ് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. കേളുഗുഡ്ഡെ അയ്യപ്പ നഗർ ഭജന മന്ദിരത്തിന് സമീപത്തെ അജേഷ്, നിതിൻ, അഖിലേഷ് എന്നിവരെ 3 ദിവസത്തിനകം 3-ാം നാൾ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനുശേഷം പ്രതികൾക്ക് ജാമ്യമൊന്നും ലഭിച്ചിരുന്നതിന് 7 വർഷമായി ജയിലിൽ കഴിയുകയായിരുന്നു. 2019-ലാണ് കേസിന്റെ വിചാരണ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത്. ജഡ്ജിമാരുടെ തുടർച്ചയായ സ്ഥലം മാറ്റവും പിന്നീട് കോവിഡും ഒക്കെ വന്നതോടെ പലതവണ കേസിന്റെ വിചാരണ ഉൾപ്പെടെ നീണ്ടുപോവുകയും ചെയ്തു. 7 ജഡ്ജിമാരാണ് ഇതുവരെ കേസ് പരിഗണിക്കുകയും ചെയ്തത്. എന്നാൽ 90 ദിവസത്തിനകം തന്നെ കുറ്റപത്രം നൽകിയിരുന്നു. ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന ഡോക്ടർ ശ്രീനിവാസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. ഇപ്പോൾ വിധി പ്രസ്താവത്തിന് ശേഷം കോടതിക്ക് മുന്നിൽ നിന്നും പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ആ പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. കാരണം കഴിഞ്ഞ 7 വർഷമായി പ്രതികൾ ജയിലിലാണ്. പല കാര്യങ്ങളുമായി ഹൈക്കോടതിയൊക്കെ സമീപിച്ച പോലും ഈ കേസിന്റെ പ്രത്യേകത മനസ്സിലാക്കിയാണ് കോടതി ഒരിക്കലും ജാമ്യം പോലും നൽകാത്തൊരു കേസായിരുന്നു. അത് ഞങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കും. അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞങ്ങളെല്ലാവരും ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും. അങ്ങനെ ഒന്നും പറയാനൊന്നുമില്ല. ജഡ്ജ്മെന്റ് കണ്ടതിന് ശേഷമേ നമ്മളിപ്പം പറയാൻ പറ്റും. വാദിഭാഗത്തിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഏതായാലും കേസിലെ വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നാണ് പറയുന്നത്. റിയാസ് മൗലവി വധക്കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. കാസർകോട്ടെ മദ്രസ അധ്യാപകനാണ്. കൊടക് സ്വദേശിയായിരുന്നു റിയാസ് മൗലവി. അന്ന് കൊല്ലപ്പെടുമ്പോൾ 27 വയസ്സായിരുന്നു അദ്ദേഹത്തിന് പ്രായം. പഴയ ചൂരിപ്പള്ളിയിലെ താമസ സ്ഥലത്ത് കയറി RSS സംഘം 3 പേർ ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. അർജുൻ ഹേമ തുടരുന്നുണ്ട്. അർജുൻ, ഇപ്പോൾ വാദിഭാഗത്തിന്റെ പ്രതികരണമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ അപ്പീൽ പോകുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്, അല്ലേ?
തീർച്ചയായും ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അനുകൂലമായിട്ടുള്ള ഒരു വിധി അവർ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കോടതിയിൽ നിന്നും വന്ന ഒരു വിധി അവർക്ക് തൃപ്തികരമല്ല. അതിൻ്റെ ഭാഗമായി അപ്പീൽ പോകുമെന്നാണ് കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് കേസ് പരിഗണിക്കുകയെ തന്നെ റിയാസ് മൗലവിയുടെ ഭാര്യയും കുഞ്ഞുമടക്കം ഒരു സഹോദരനുമടക്കമാണ് കോടതിയിൽ ഈ വിധി കേൾക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ശരി, വിധി പറയുന്നത് 3 തവണ മാറ്റിവെച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ റിയാസ് മൗലവി വധക്കേസിൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. 2017 മാർച്ച് 20 പുലർച്ചെയാണ് മുഹമ്മദ് റിയാസ് മൗലവി എന്ന മദ്രസ അധ്യാപകൻ, കുടക് സ്വദേശിയാണ് അദ്ദേഹം, പഴയ ചൂരിപ്പള്ളിയിലെ താമസ സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെടുന്നത്. 3 RSS പ്രവർത്തകരെ 3-ാം നാൾ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അജേഷ്, നിതിൻ, അഖിലേഷ് എന്നിവരെയാണ് ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. 90 ദിവസത്തിന് മുൻപ് തന്നെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണ നടത്തിയ ശേഷമാണ് ഇപ്പോൾ വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന ഡോക്ടർ A ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തി നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള മുൻവൈരാഗ്യം ഉണ്ടായിരുന്നില്ല. സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഉണ്ടായത് എന്നാണ് കുറ്റപത്രത്തിൽ കൃത്യമായും പറഞ്ഞിരുന്നത്. നമുക്ക് ആ പ്രതികരണത്തിലേക്ക് ഒന്നുകൂടി പോകാം. ഇടപെടാത്തൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് പോലും അറിയില്ല ഞാൻ എന്തിനാണ് മരണപ്പെട്ടത്. തൊണ്ണൂറ്റിയേഴ് സാക്ഷികളെയാണ് കോടതി വിസ്തരിച്ചത്. 215 രേഖകളും 45 തൊണ്ടി മുതലുകളുമാണ് കോടതിയിൽ സമർപ്പിച്ചത്. അങ്ങനെ നിരവധി നിർണായക രേഖകൾ ഉൾപ്പെടെ സമർപ്പിച്ചിട്ടും ഇപ്പോൾ 3 പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവമാണ് വന്നിരിക്കുന്നത്. 2017 മാർച്ച് 20 റിയാസ് മൗലവി കൊല്ലപ്പെടുന്നതും കാസർകോട്ടെ മദ്രസ അധ്യാപകനായ അദ്ദേഹം കൊല്ലപ്പെടുന്നത്. എന്തിനാണ് ഇപ്പോൾ വാദിഭാഗം, അതായത് ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞതുപോലെ എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്ന് പോലും അദ്ദേഹത്തിന് പോലും അറിയാനിടയില്ല. അത്തരത്തിൽ ഒരു മുൻവൈരാഗ്യവും ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും തരത്തിലൊരു മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് പ്രതികളുടെ ഭാഗത്തുനിന്ന്, അതായത് ആസൂത്രിത ശ്രമമാണ് പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന കുറ്റപത്രത്തിൽ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിധി പ്രസ്താവത്തിന്റെ പൂർണ്ണരൂപം ലഭിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഏതായാലും അപ്പീൽ നൽകുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ആക്ഷൻ കമ്മിറ്റിയും വാദിഭാഗവും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പീൽ പോയ ശേഷം തുടർ നടപടികളിലേക്ക്, നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അജേഷ്, അഖിലേഷ്, നിതിൻ കുമാർ എന്നീ പ്രതികളെയാണ് ഇപ്പോൾ വെറുതെ വിട്ടുകൊണ്ടുള്ള കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി പ്രസ്താവം വന്നിരിക്കുന്നത്. ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി പ്രതിനിധി സംസാരിക്കുകയാണ്. അർജുൻ ഹേമയുടെ അതിലേക്ക് പോകാം. പരമാവധി ശിക്ഷ കിട്ടുമെന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രോസിക്യൂഷൻ വളരെ ഭംഗിയായി കാര്യങ്ങൾ കൈകാര്യം, കാരണം ഞങ്ങൾ 7 വർഷമായി തുടർച്ചയായി ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ്.